സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണ് കെ.ജെ. യേശുദാസിൻ്റെ 86-ാം വയസ്സ് പിറന്നാൾ. മക്കൾ ആഘോഷപ്രദമാക്കിയോ എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി വേഗം ഇത് മാറുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ കെ.ജെ. യേശുദാസ് എന്ന പേര് വിമർശനത്തിൽപ്പെട്ടത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ അദ്ദേഹം എത്തിയപ്പോഴാണ്. കൃഷ്ണനെ പറ്റി ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും കൃഷ്ണഭക്തിയിൽ മുഴുകുന്നവരെല്ലാവരും കേൾക്കുന്നത് യേശുദാസിൻ്റെ ഗാനമാണെങ്കിലും പലരും അറിയുന്നത് പോലെ ഇന്നും യേശുദാസിന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ എത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയായി എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ എത്താൻ സാധിക്കാത്തത് എന്ന് പറയാം. അത്രമാത്രം എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പിന്നീട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ശബ്ദം തന്നെയാണ് യേശുദാസ്. അദ്ദേഹത്തിന് പിറന്നാൾ ഇങ്ങനെ ഓരോന്ന് കഴിയും തോറും അദ്ദേഹത്തിന് ഗുരുവായൂരിൽ പോകാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പ്രാണികൾക്ക് പോലും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയും, പക്ഷേ എനിക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഒരിക്കൽ യേശുദാസ് പറഞ്ഞത്. എറണാകുളം തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഒരിക്കൽ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കവേ യേശുദാസ് പറഞ്ഞ വാക്കുകളാണിത്. തൻ്റെ പിതാവും അക്കാലത്ത് അറിയപ്പെടുന്ന ഗായകനായിരുന്നുവെന്നും അഗസ്റ്റിൻ ജോസഫിൻ്റെ പേരിലാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരുന്നതെന്നും പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് എപ്പോഴും യേശുദാസ് പറഞ്ഞിട്ടുണ്ട്. ആ ക്ഷേത്രത്തിനുള്ളിൽ ഒന്ന് കടന്നാൽ മതി, എനിക്ക് അവിടുത്തെ ഗുരുവായൂരപ്പനെ കണ്ടാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണതെന്ന് പറയുന്നു. എല്ലാവരോടും അത് പറഞ്ഞിട്ടുണ്ട്. യേശുദാസിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് എത്രമാത്രമാണ് ഗുരുവായൂർ ക്ഷേത്രനടയോട് ബന്ധമുള്ളതെന്ന്. ഒരുപാട് കൃഷ്ണഭക്തി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം. അതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നതും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകൾ തന്നെയാണ്. ആരാധകരെല്ലാവരും ഇപ്പോൾ യേശുദാസിന് അങ്ങനെ ഒരു ആഗ്രഹം സാധിക്കുമോ എന്ന് തന്നെയാണ് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാവരും ഗാനഗന്ധർവൻ്റെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ. മതത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കയറാൻ പറ്റാത്തത് വളരെയധികം വിഷമമാണ് എന്ന് എല്ലാവരും പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനു മുൻപും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിത് അദ്ദേഹത്തിൻ്റെ 86-ാം പിറന്നാൾ നടന്നിരിക്കുന്നു. അദ്ദേഹം എപ്പോഴും വിജയോട് പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിന് അത് മാത്രം മതിയാകും. അദ്ദേഹത്തിന് മറ്റൊരു സമ്മാനവും വേണ്ടെന്ന് തന്നെയാവാം തീരുമാനിച്ചിരിക്കുന്നത്. പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തി തന്നെയാണ് ഗാനഗന്ധർവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനത് ആഗ്രഹിക്കാനുള്ള ഒരു കാര്യമൊക്കെയുണ്ട്. കാരണം ഗുരുവായൂർ ക്ഷേത്രനടയിൽ എവിടെയെങ്കിലും കണ്ണൻ്റെ പാട്ടിട്ടാൽ അതിലെന്തായാലും ഗാനഗന്ധർവൻ്റെ ശബ്ദമുണ്ടായിരിക്കും. എന്നിട്ടും അദ്ദേഹത്തിന് മാത്രം കണ്ണനെ കാണാൻ സാധിക്കില്ല. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടകാര്യം തന്നെയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.